നൈജീരിയയിലെ ബോർണോ സംസ്ഥാനത്ത് ക്രൈസ്തവ കൂട്ടക്കൊല തുറന്നുവിട്ട് ബൊക്കോഹറാം തീവ്രവാദികൾ. ഗോസ പ്രദേശത്തെ എൻഗോഷെ പട്ടണത്തിൽ ബൊക്കോഹറാം ഭീകരർ നടത്തിയ ആക്രമണത്തിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തതായി ട്രൂത്ത് നൈജീരിയ റിപ്പോർട്ട് ചെയ്തു. 200 ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. പുരുഷന്മാരെ തലയറുത്തതായും അവരുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും അടിമകളാക്കിയതായും എൻഗോഷെ ഇസ്ലാമികവൽക്കരിച്ചതായും ബൊക്കോഹറാം പ്രസ്താവനയിറക്കി. കഴിഞ്ഞ ബുധനാഴ്ച നടന്ന ആക്രമണത്തിൽ ഭീകരർ രാത്രി ആദ്യം സൈനിക ക്യാമ്പ് ആക്രമിക്കുകയും തുടർന്ന് പട്ടണത്തിലേക്ക് കടന്ന് വലിയ രീതിയിൽ ആക്രമണം നടത്തുകയും ചെയ്തതായി പ്രദേശവാസികൾ അറിയിച്ചു. അതേസമയം ഇത്രയും വലിയ തോതിലുള്ള കൂട്ടക്കൊല അരങ്ങേറിയിട്ട് മാധ്യമങ്ങളുടെ നിശ്ശബ്ദത അപലപനീയമാണെന്നും പ്രദേശവാസികൾ പ്രതികരിച്ചു. അതേസമയം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 300-ലധികം സാധാരണ പൗരന്മാരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയതായി പ്രാദേശിക അധികൃതർ അറിയിച്ചു. ഏകദേശം 6000 പേരാണ് എൻഗോഷെ പട്ടണത്തിൽ താമസിച്ചിരുന്നത്. ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ്. 2014-ൽ ബൊക്കോഹറാം ഈ പ്രദേശം പിടിച്ചെടുത്തതിനെ തുടർന്ന് ഏകദേശം 80,000 പേർ കാമറൂൺ രാജ്യത്തേക്ക് അഭയാർത്ഥികളായി ഒഴിഞ്ഞുപോയിരുന്നു. ഇതിൽ 3000 പേർ കഴിഞ്ഞ വർഷം മടങ്ങിയെത്തിയിരുന്നു. 2009 മുതൽ നൈജീരിയയിൽ ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാനായി ബൊക്കോഹറാം സായുധ സംഘർഷങ്ങൾ നടത്തിവരികയാണ്. ഈ സംഘർഷങ്ങൾ ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനും ലക്ഷക്കണക്കിന് പേരുടെ കുടിയൊഴിപ്പിക്കലിനും കാരണമായിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.